പിന്നെ നിത്യവും രാമായണം വായിക്കുമ്പോൾ നമ്മുടെ മോറൽ വാല്യൂസിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യവും ഉണ്ടാവും. മനസ്സിലെ ദുഃഖങ്ങളും മോശം ചിന്തകളും ഒക്കെ മാറി മനസ്സൊന്ന് പ്യൂരിഫൈഡ് ആവും. ഈ ഏട്ടത്തിയമ്മയോട് എന്ത് ചോദിച്ചാലും അപ്പൊ ഉത്തരം ഉണ്ടാവും. ചുമ്മാതെയാണോ ഏട്ടത്തിയമ്മ ഡോക്ടറായത്? ഗിരിയേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുന്നത്. ഗിരിയേട്ടൻ മാത്രമല്ല, അനിയത്തിമാർക്കും എന്നെ ഒരുപാട് ഇഷ്ടം. ഇവിടെ എനിക്ക് സ്വർഗ്ഗമാണ് അമ്മ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഏട്ടത്തിയമ്മേ, ഈ കർക്കിടക മാസത്തിൽ എന്തിനാ നമ്മൾ നിത്യവും രാമനാമം ചൊല്ലുന്നേ? കൊറേ നാളായിട്ട് ഞാനിത് ആരോടെങ്കിലും ചോദിക്കണമെന്ന് കരുതിയിരുന്നതാ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പണ്ട് കാലത്ത് കർക്കിടക മാസം കനത്ത മഴയുടെയും ദാരിദ്ര്യത്തിന്റെയും മാസമായിരുന്നു. അന്നത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയായിരുന്നു. മഴ തോരാതെ പെയ്യുമ്പോൾ കൃഷി തടസ്സപ്പെടും, വരുമാനം ഇല്ലാതാവും, ആളുകൾ പട്ടിണിയിലാവും, കൂടെ രോഗവും മരണവും. അത്തരം സിറ്റുവേഷൻ വരുമ്പോൾ ആളുകൾക്ക് മാനസികമായ കരുത്ത് കിട്ടാനും പ്രതീക്ഷകൾ പകരാനുമാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിച്ചിരുന്നതെന്നാണ് ഒരു വിശ്വാസം.
പിന്നെ നിത്യവും രാമായണം വായിക്കുമ്പോ നമ്മുടെ മോറൽ വാല്യൂസിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവും. മനസ്സിലെ ദുഃഖങ്ങളും മോശം ചിന്തകളും ഒക്കെ മാറി മനസ്സൊന്ന് പ്യൂരിഫൈഡ് ആവും. ഈ ഏട്ടത്തിയമ്മയോട് എന്ത് ചോദിച്ചാലും അപ്പൊ ഉത്തരം ഉണ്ടാവും. ചുമ്മാതെയാണോ ഏട്ടത്തിയമ്മ ഡോക്ടറായത്? ഭഗവാന്, അശോകവനിയിലെ സീതാദേവിയുടെ അവസ്ഥയാണ് എനിക്കിപ്പോ. എത്രയും പെട്ടെന്ന് സിദ്ധുവിനെ കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ. ഏട്ടത്തിയമ്മേ, ഏട്ടത്തിയമ്മേ, അല്ല ഏട്ടത്തിയമ്മേ, ഈ രാമായണം ബാക്കി സംശയങ്ങളൊക്കെ രാമായണം ചൊല്ലി തീർന്നതിന് ശേഷം. ഇയാള് പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഇനി തനിക്ക് വല്ലതും പറയാനുണ്ടോ? അത് പപ്പേട്ട, ഞാനിവളുടെ ഭർത്താവല്ലേ. അപ്പോ ഞാൻ പറയുന്നത് ഇവൾ അനുസരിക്കണ്ടേ? അനുസരിച്ചില്ലെങ്കിൽ നീ ഇവിടെ തല്ലുവോന്ന്? അത് പിന്നെ ദേഷ്യം വന്നപ്പോ അറിയാതെ തല്ലിപ്പോയതാ പപ്പേട്ട. തല്ലാൻ പാടില്ല. സ്ത്രീയെ മഹാലക്ഷ്മിയാണ്, വീടിന്റെ ഐശ്വര്യ. അവൾ എത്രയൊക്കെ വലിയ തെറ്റുകൾ കാണിച്ചാലും അവിടെ തല്ലാൻ പാടില്ല. അവളുടെ കണ്ണീര് വീണാലേ ആ കുടുംബം നരകമാകും. അത് എപ്പോഴും ഓർമ്മ വേണം. എടോ, ഭാര്യമാരെ തല്ലി അനുസരിപ്പിക്കുന്നത് വലിയ ആണത്വമൊന്നുമല്ല. ഇനി മേലിൽ നീ ഇവളുടെ ദേഹത്ത് കൈ വയ്ക്കരുത്. ഇനി നീ ഇവിടെ തല്ലിന്നൊരു പരാതി കിട്ടിയ പിന്നെ ഈ ഉപദേശമൊന്നും ഉണ്ടാവില്ല. അതോർത്താൻ നല്ലത്. ശരി പപ്പേട്ട.